ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയ ടൈഗർ റിസർവിൻ്റെ ഒരു പ്രോഗ്രാം ആയിട്ടുള്ള വാച്ച് ടവറിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്തോരാന്ന് എനിക്ക് പറഞ്ഞു തന്നെ അറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇത്രയും എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഈ ഒരു വാച്ച് ടവറിലേക്ക് പോകാൻ ആദ്യം ബോട്ടിൽ ഒരു 20 മിനിറ്റിലധികവും പിന്നെ ഒരു 1.5 കിലോമീറ്ററോളം നടക്കുകയും വേണം. അതിനു മുന്നേ www.periyatigerreserve.org എന്ന് പറയുന്ന സൈറ്റ് വഴി അവൈലബിലിറ്റി ഒക്കെ നോക്കി ബുക്ക് ചെയ്യണം. നമ്മൾ നടന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഒരു ഫെൻസ് കാണാം. ആ ഫെൻസും കവർ ചെയ്ത് ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ ലേക്കിൻ്റെയൊക്കെ സൈഡിലൂടെ നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഈ കഥകളിലൊക്കെ കേട്ടറിഞ്ഞ കാടും കഥാപാത്രങ്ങളും ഒക്കെ മൈൻഡിലിങ്ങനെ മിന്നിമായും. അങ്ങനെ നടന്നാണ് നമ്മൾ ലാസ്റ്റ് എത്തുന്നത്. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് തലയൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന വാച്ച് ടവറിലായിരിക്കും. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ എന്തായാലും വരണം. അല്ല, ഒരിക്കലും വന്നാൽ എന്തായാലും പിന്നെയും വരും, അത് വേറെ കാര്യം. 1975 ബ്രിട്ടീഷുകാർ അവധിക്കാലം സ്പെൻഡ് ചെയ്യാനും മറ്റുമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒന്നാണ് ഈ വാച്ച് ടവർ. അപ്പോൾ അന്ന് അവർ തേക്കിൻ്റെ ഒക്കെ തടയേണ്ടി ഉണ്ടാക്കിയോണ്ട് തന്നെ ഇന്നും ഇത് നല്ല രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്കൊന്ന് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിരുന്നത്രേ. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ടൂർ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിക്കാണ് ആക്കിയിരിക്കുന്നത്. റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. മുകളിലിരുന്ന് നമുക്ക് നോക്കിയാൽ റിവർ സൈഡിലൊക്കെ ആനിമൽസിനെ കാണാം. ഇവിടേക്ക് വരുവാണെങ്കിൽ ബൈനോക്കുലർ മസ്റ്റ് ആണ് കേട്ടോ. ആനിമൽസ് ഒക്കെ കയറാണ്ടിരിക്കാനായിട്ട് വാച്ച് ടവറിന്റെ ചുറ്റിലും ട്രെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തി ഒന്ന് സെറ്റിൽ ആകുമ്പോഴേക്കും ടീ ആൻഡ് സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ദേ ഈ കാണുന്ന പോലെ കാട്ടിലേക്ക് നോക്കി റിവർ സൈഡിലുള്ള ആനിമൽസിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് എൻജോയ് ചെയ്യാം. ശേഷം ഒരു ഈവനിങ് വാക്കിന് പോവും. ദേ ഈ കാണുന്ന പോലെ കാട്ടിയൊക്കെ കാണാം കേട്ടോ. പിന്നെ കുറച്ചു നേരം കാടിൻ്റെ ഒരു സൗണ്ടൊക്കെ അങ്ങനെ ഒബ്സർവ് ചെയ്ത് നടന്ന് റിവർ സൈഡിലേക്ക് എത്തി. അവിടെ സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ റിവർ സൈഡിലൂടെ നടക്കുമ്പോൾ ഒരു കടുവയുടെ കാൽപ്പാടൊക്കെ കണ്ടു. ആൻഡ് രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ വാച്ച് ടവറിൻ്റെ ചുറ്റും ലാവും കാട്ടിയും ഒക്കെ വന്നിരുന്നു. പിന്നെ ഇവിടുത്തെ സ്ഥിരം അതിഥിയായിട്ടുള്ള മുള്ളം പന്നികളും. രണ്ടാമത്തെ ദിവസത്തിലെ വിശേഷങ്ങളുമായിട്ട് വേഗം കാണാം. ടിൽ ദെൻ ബൈ.